ഏറ്റവും പ്രിയപ്പെട്ട ഈ ഒരു സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നൗബി, വേദിയിലും സദസ്സിലുമൊക്കെ ആയിരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, വളരെ ഗഹനമായിട്ടുള്ള ഒരു ചരിത്ര വായന ഡോക്ടർ കെ എസ് മാധവൻ മമ്പ്രം തങ്ങളും പ്രദേശവും പ്രാദേശിക ചരിത്രവും അധിനിവേശത്തിന് എതിരായി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ കുറിച്ച് സമഗ്രമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് പോവാൻ വീണ്ടും ഒരാവർത്തനമെന്ന രീതിയിൽ ഞാൻ തയ്യാറാവുന്നില്ല. മറിച്ച് കേരള ചരിത്രരചനയിൽ സാമൂഹ്യശാസ്ത്ര പാഠങ്ങളിൽ എങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ആത്മീയമായ നേതാക്കളും ആത്മീയ ചിന്തകരും സാമൂഹ്യ പരിവർത്തകരും അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള സാംസ്കാരിക രൂപങ്ങളുമൊക്കെ കടന്നു വരേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് വിചാരിക്കുക. കേരളത്തിൻ്റെ ചരിത്രം നിങ്ങളെടുത്ത് വായിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാവുന്ന പ്രകടമായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് പ്രധാനമായും ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സാമ്പത്തികമായിട്ടുള്ള മനുഷ്യരുടെ മാറ്റത്തെക്കുറിച്ചുള്ള ഒരു അപഹരണമായിരിക്കും, ഒരു അപഗ്രഥനമായിരിക്കും. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വെറും പാട്ടക്കാരും ഫ്യൂഡൽ വ്യവസ്ഥിതിയും ഒക്കെ തമ്മിലുള്ള അടിമത്വവും ഒക്കെ തമ്മിലുള്ള പരസ്പര കലഹത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വരുന്ന ഒരു സമൂഹത്തെക്കുറിച്ചായിരിക്കും സ്വാഭാവികമായും നമ്മൾ എത്തിച്ചേരുക. അല്ലെങ്കിൽ ഒരു ചെറിയ അളവിലെങ്കിലും കേരള ചരിത്രം ജാതിയെ അതിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരള ചരിത്രവും ജാതി സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ അത്ര വലിയ തരത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് ഒരു തരം സാമ്പത്തിക ചരിത്രവാദം അതിശക്തമായി നിലനിൽക്കുന്ന സമയത്ത് തന്നെ ജാതിയുടെ സാംസ്കാരികമായ പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ചരിത്ര ഘട്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരമൊരു ചരിത്രരചനയുടെ ഒരു രീതിയിൽ അടിസ്ഥാനപരമായി ഒരു മാർക്സിസ്റ്റ് മാനദണ്ഡത്തിലൂടെ മാത്രം കേരളത്തിൻ്റെ ചരിത്രത്തെ വായിച്ചെടുക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, അങ്ങനെ ശ്രമിക്കുന്നതാണ്, അങ്ങനെ ചരിത്രം എഴുതുന്നതാണ് യഥാർത്ഥ ചരിത്രം എന്നൊക്കെ ഉള്ള ഒരു ധാരണ വളരെ സജീവമായി കേരള ചരിത്ര പഠനം നടത്തുന്ന ആൾക്കാർക്ക്, കേരള സാമൂഹ്യ ശാസ്ത്രത്തിലൊക്കെ ഇടപെടുന്ന ആൾക്കാർക്ക് തോന്നുന്ന തരത്തിൽ, അബോധത്തിൽ തോന്നുന്ന തരത്തിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യ പദ്ധതിയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, സാമ്പത്തികമായിട്ട് മനുഷ്യർ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സാമൂഹിക പുരോഗതി അവർക്കുണ്ടാവും. അതുകൊണ്ട് സാമ്പത്തികമായ ഇല്ലായ്മയാണ് യഥാർത്ഥത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം. അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നം മാറ്റിക്കഴിഞ്ഞാൽ, സാമ്പത്തിക പ്രശ്നം യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി മനുഷ്യരെ അടിമത്തത്തിലേക്ക് മാറ്റുന്നത് ഭൂബന്ധത്തിലൂടെയാണെന്നും ഭൂമിയുടെ വിനിയോഗത്തിൽ വിവിധ തരം മനുഷ്യർക്ക് പല തരത്തിലുള്ള അളവുകളിൽ ഭൂമി വിതരണം ചെയ്യുകയും ഭൂമിയിൽ മേൽ തൊഴിൽ എടുക്കേണ്ടുന്നതിന് ചില കടമ ഉണ്ടാക്കിയെടുക്കുകയും അല്ലെങ്കിൽ കടമ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയും ഒരു അടിമ വ്യവസ്ഥ ആ രീതിയിൽ രൂപപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഭൂമിയിൽ അടിസ്ഥാനമാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് നമ്മൾ പറയും. അത് മാർക്സിസ്റ്റ് മാനദണ്ഡം വെച്ച് നമ്മൾ ചരിത്രരചനയെ പരിശോധിച്ച് നോക്കുമ്പോൾ അബോധാവസ്ഥയിൽ തന്നെ ഇങ്ങനെയാണ് ചരിത്രം. ഈ സാമൂഹ്യ മാറ്റത്തിന് അനിവാര്യമായിട്ടുള്ളത് സാമ്പത്തികമായിട്ടുള്ള മാറ്റമാണ് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ച് ചരിത്രം എഴുതുന്നതിൻ്റെ എല്ലാ പ്രശ്നവും കേരളത്തിൻ്റെ ചരിത്രരചനയിലും ഇന്ത്യ ചരിത്രരചനയിലും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ 1980കളിലൊക്കെ തന്നെ വളരെ സജീവമായി തിരിച്ചറിയുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് കേരളത്തിൻ്റെയോ അല്ലെ ഇന്ത്യ ചരിത്രത്തിലോ ഈ സാമ്പത്തിക ബന്ധങ്ങൾക്ക് അപ്പുറത്ത് വ്യക്തികൾ
ആത്മീയ ബോധങ്ങൾ മനുഷ്യരുടെ നിത്യജീവിതത്തിൻ്റെ വൈകാരികമായ തലങ്ങൾ, അതോടൊപ്പം തന്നെ സാമ്പത്തികമായി മാത്രം പുറത്താക്കപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് മാത്രമല്ല, സാമൂഹികമായി സാംസ്കാരികമായി അന്തസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന മനുഷ്യരെ കുറിച്ചുകൂടി പഠിക്കേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ച് ഉന്നയിക്കാൻ കീഴാള ചരിത്ര പരിപ്രേക്ഷ്യങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. അവിടെയാണ് ചരിത്രത്തിൻ്റെ വലിയ ക്യാൻവാസിലേക്ക് ദളിതരും മുസ്ലിങ്ങളും ആദിവാസികളും സ്ത്രീകളും കുട്ടികളും അവരുടെ കുട്ടിക്കാല ഓർമ്മകളും ഒക്കെ ചരിത്രത്തിൻ്റെ നിർണായക ഘടകമാണ് എന്ന് മനസ്സിലായി നമുക്ക് തോന്നിയത്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ മമ്പുറം തങ്ങളെ പോലുള്ള ആത്മീയ നേതാക്കളുടെയും വളരെയധികം ശക്തമായി സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി അടിത്തട്ടിൽ നിന്ന് പ്രചോദനം നൽകുകയും ചെയ്തിട്ടുള്ള വ്യക്തികളുടെ സഞ്ചാരങ്ങളെക്കുറിച്ച്, വ്യക്തികളുടെ ഓർമ്മകളെക്കുറിച്ച്, വ്യക്തികൾ ആ ഒരു പ്രദേശത്തിനുണ്ടാക്കിയിട്ടുള്ള അനുരണനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. ആ അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനം ഒരു ചരിത്ര സ്ഥാപനമായി യഥാർത്ഥത്തിൽ വളരേണ്ടുന്നൊരു ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന്, ഈ ജാതീയമായ ഈ വ്യത്യസ്തതകളെ നിലനിർത്തുന്ന ഒരു സമൂഹത്തിൻ്റെ മേൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രം എങ്ങനെയാണ് മനുഷ്യനെ കരുണാവാനായിട്ടുള്ള ആളായി മാറ്റാനും മാനവിക മൂല്യങ്ങളെ മുൻനിർത്തി ജീവിതം മുന്നോട്ട് നയിക്കാനുമുള്ള ഒരു പുതിയ പാഠം പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, ചക്കി എന്നു പേരുള്ള ഒരു സ്ത്രീ ആയിഷയായി മാറുമ്പോൾ അത് വെറും ഒരു പേരുമാറ്റം മാത്രമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ചക്കി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ തേടേണ്ടതുണ്ട്. അത് ഏത് പരിസരത്തിലാണ് ആ വാക്ക് യഥാർത്ഥത്തിൽ ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഏത് ചരിത്ര സാമൂഹിക അടിമത്വ രൂപത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെയൊരു ശബ്ദം പുറപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചക്കി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിഷയായി മാറുന്ന ഘട്ടത്തിൽ ആയിഷ എന്ന പേരും ആയിഷ എന്ന ശബ്ദവും ഏത് പരിപ്രേക്ഷ്യത്തിലും ഏത് ചരിത്ര മുഹൂർത്തത്തിലും ഏത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകടനങ്ങളിലെ ഇടയിലുള്ള ജീവിത പന്ഥാവിലുമാണ് ഈ വാക്ക് വരുന്നത് എന്നും കൂടി നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപക്ഷെ ഒരാളുടെ പേരിൻ്റെ മാറ്റം, ഒരാളിൽ വന്ന പേരിൻ്റെ പരിവർത്തനം ഒരുപക്ഷെ ചരിത്ര പഠനങ്ങൾക്ക് നമ്മൾ വിധേയമാക്കിയിട്ടില്ല. ഇത്തരം ചരിത്ര പഠനങ്ങളെ ഒരുപക്ഷെ പേരുകളുടെ മാറ്റങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പരിപ്രേക്ഷ്യം യഥാർത്ഥത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ, മമ്പുറം തങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമെന്ന് എനിക്ക് തോന്നുകയാണ്. ഇത്തരത്തിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കാറുള്ളൊരു കാര്യം, ഈ വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ, ഓർമ്മകൾ, വൈവാഹിക ബന്ധങ്ങൾ, അതിനുള്ളിലുള്ള കലഹങ്ങൾ, അവരുടെ സഞ്ചാരങ്ങൾ, അവർ നേരിട്ടിട്ടുള്ള പുതിയ ശബ്ദങ്ങൾ. ഉദാഹരണത്തിന് ഞാൻ ആലോചിക്കുകയായിരുന്നു, 1750കളിലൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ സാധാരണ ഒരു കീഴാള ജാതി വിഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന, സ്കൂളുകളിൽ ഒന്നും പഠിക്കാൻ സാധിക്കായിട്ടുള്ള സാധാരണ അടിമത്ത ജാതി വിഭാഗങ്ങളിലൊക്കെ പെടുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും ആദ്യമായി ഒരു പുതിയ ശബ്ദം എന്ന് പറയുന്നത് ലാ ഇലാഹ എന്ന് പറയുന്ന ഒരു ശബ്ദം എങ്ങനെയായിരിക്കും അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ പാതയിലേക്ക് നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ചരിത്രം എന്ന് പറയുന്നത് ഈ വസ്തുനിഷ്ഠമായിട്ടുള്ള, അതായത് ഭൂമിയുടെയും അല്ലെങ്കിൽ ഭൗതികവുമായിട്ടുള്ള ഒരു ജീവിതാനുഭവത്തിൻ്റെ മാത്രം ഒരു പ്രകടനമായി കാണുന്നതിനപ്പുറത്ത് പുതിയ ഭാഷ, പുതിയ ശബ്ദങ്ങൾ, പുതിയ തരത്തിലുള്ള വേഴ്സസുകൾ, അതായത് ചില പാഠങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മാനസികമായ അവസ്ഥയെയും മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ശബ്ദവ്യവസ്ഥകൾ തന്നെ, പുതിയ ശബ്ദം ഒരു പ്രദേശത്തേക്ക് കടന്നു വരികയും അത് ഒരു വലിയ തത്വശാസ്ത്രമായി വ്യക്തി ജീവിതത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ മമ്പുറം തങ്ങൾ അടക്കം നൽകിയിട്ടുള്ള ആത്മീയ പരിപ്രേക്ഷ്യത്തിനുണ്ട് എന്നുള്ളതാണ്. ആ പരിപ്രേക്ഷ്യം, ആ ശബ്ദവ്യവസ്ഥ തന്നെയും പുതിയ ഭാഷയുടെ വ്യവസ്ഥ തന്നെയും പുതിയ ദർശനത്തിൻ്റെ, അത് ഇസ്ലാമികമായ ദർശനമാവാം,
മതപരമായ ദർശനമാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ തന്നെ ആത്മീയമായ പ്രകടനത്തിന്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കരിസ്മാറ്റിക് പ്രസൻസ് ആവാം. ആത്മീയ നേതാക്കളെ പറ്റിയിട്ടുള്ള പഠനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് അവർ സാധാരണ മനുഷ്യരിലേക്ക് അവരുടെ ഊർജം പകർന്നു നൽകുന്നത് വെറും അറിവിന്റെ വലിയ പ്രകടനങ്ങളിലൂടെ മാത്രമല്ല, മറിച്ച് അവർ തന്നെ വ്യക്തി എന്ന രീതിയിൽ, അവരെന്ന ശരീരം എന്ന രീതിയിൽ അവർ പുറപ്പെടുവിക്കുന്ന ഒരു കരിസ്മാറ്റിക് എക്സ്പ്രഷൻസിലൂടെയാണ്. അത് പക്ഷേ ചരിത്രത്തിന്റെ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ചരിത്ര വിഷയമായി ചരിത്രത്തിനെ പഠിക്കുന്ന ഒന്നാക്കി, ചരിത്രത്തിന്റെ ഒരു ഭാഗമായി ഒരുപക്ഷെ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി എന്ന രീതിയിൽ ഈ മമ്മുറം തങ്ങളെ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ ഈ പ്രദേശത്തെ സാധാരണ കുട്ടികളിലും മുതിർന്നവരിലും സ്ത്രീകളിലും അതേപോലെ അവരുടെ കേൾവി അനുഭവങ്ങളും അവരുടെ രുചിഭേദങ്ങളിലും അവരുടെ ആത്മീയ യാത്രകളിലും എങ്ങനെയാണ് മമ്പുറം തങ്ങളുടെ വിവിധതരം മാനങ്ങൾ, വിവിധതരം ആത്മീയ രൂപങ്ങളും അതോടൊപ്പം തന്നെ വിമോചന പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ച് അടിമത്ത ജാതി ബോധങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള ഊർജം അത് എവിടുന്നാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനയും യഥാർത്ഥത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പഠനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജനകീയമായ ഒരു പങ്കാളിത്തം ആവശ്യമാണ്. അതുകൊണ്ട് ഈ സ്ഥാപനം, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ കൾച്ചറൽ ഹെറിറ്റേജ് സെന്റർ മുന്നോട്ട് പോകുന്നത് പഠനങ്ങൾ നടക്കണമെങ്കിൽ നേരത്തെ ഈ പ്രദേശവും ഈ തങ്കം പാരമ്പര്യമുള്ള മനുഷ്യരും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നത്തെ തലമുറകളുമായിട്ടുള്ള സാധാരണ മനുഷ്യരെ, ഈ ചരിത്രകാരന്മാരെ അവരോട് സംവദിക്കാൻ ഒരുപക്ഷെ തയ്യാറാവണം. സാധാരണ മനുഷ്യരോട് സംസാരിച്ച് അവരുടെ വൈകാരികവും ആത്മീയവുമായ മാറ്റത്തിലൂടെ എങ്ങനെയാണ് അവർക്ക് വലിയ സാമ്പത്തികവും സാമൂഹികവുമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു മനുഷ്യനിൽ സാമ്പത്തികമായി മാറ്റം ഉണ്ടാവുന്നതിനേക്കാൾ എത്രയോ ഉയർന്ന തലത്തിൽ ആത്മീയമായ പരിവർത്തനം, സാമൂഹ്യ പരിവർത്തനത്തിന് സാധിച്ചിട്ടുണ്ടാവും എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു പഠന മേഖലയായിരിക്കും ഒരുപക്ഷെ നമ്മൾ തങ്ങൾ പാരമ്പര്യം, മമ്മുറം തങ്ങൾ പാരമ്പര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു പോകുമ്പോൾ മനസ്സിലാവുക. ഈ പ്രദേശത്തിൻ്റെയും ഈ മഖാമിലേക്ക് വന്നു ചേരുന്ന മനുഷ്യരുടെ സാമൂഹ്യ പരിസരം നമുക്കറിയാം. പല തരത്തിലുള്ള ആൾക്കാർ ഇവിടെ ഒരു ആരാധന കേന്ദ്രമായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിലെ എല്ലാ വിഭാഗം മനുഷ്യരുണ്ട്, എല്ലാ തരത്തിലുള്ള പ്രായമേധമന്യുള്ള മനുഷ്യരുണ്ട്, ജാതിഭേദമന്യ മനുഷ്യരുണ്ട്, പല മതത്തിൽപ്പെട്ട മനുഷ്യരുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇപ്പോഴും ഈ തരത്തിലേക്ക്, ഈ പ്രദേശത്തേക്ക്, ഈ ഒരു സ്ട്രൈനിലേക്ക്, ഒരു ആത്മീയ സ്ഥലത്തേക്ക്, ഒരു പരിശുദ്ധ സ്ഥലത്തേക്ക് ഇങ്ങനെ തേടി വരുന്നതിൻ്റെ ചരിത്രം എന്താണ്? ആ തേടി വരുന്നതിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു വേരെന്താണ്? അത് ഏത് തരം വൈകാരികതയിൽ നിന്നാണ് അതുണ്ടായി വരുന്നത് എന്നതും കൂടി നമ്മൾ ചരിത്രത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രാദേശികമായ ചരിത്രങ്ങളെ വളരെ ശക്തമായി ഊട്ടിയുറപ്പിക്കുമ്പോൾ തന്നെ വളരെ മൈക്രോ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പരിപ്രേക്ഷ്യം നമ്മുടെ ചരിത്ര പഠനങ്ങളിലുണ്ട്. ആ മൈക്രോ ഹിസ്റ്ററിയെ വ്യക്തികളിലൂടെയും ചെറിയ സ്ഥാപനങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ അത് ബന്ധപ്പെടുന്ന ചെറിയ തരം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലൂടെയൊക്കെ ചരിത്രത്തെ പുനർനിർമ്മിക്കേണ്ടുന്ന ഒരു വലിയ ദൗത്യം ഒരുപക്ഷെ ഈ സ്ഥാപനം ഏറ്റെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. എന്നെ ക്ഷണിച്ചതിന് എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു.